best in music and the first in news. Radio Asia 94.7 FM. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇൻഫോക്കസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇൻഫോക്കസിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ ലീഗൽ കൺസൾട്ടൻ്റായ ആന്റണി വിൻസെൻ്റാണ്. അദ്ദേഹം ഷാർജയിലെ ജിഹാദ് സയ്യിദ് ബിൻ സാഹു അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻ്റ് എന്ന സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ശ്രോതാക്കളുടെ നിയമസംബന്ധമായ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ആദ്യം സംസാരിക്കാനുണ്ട്. അതിനുശേഷം ശ്രോതാക്കൾക്കും അവസരമുണ്ടാകും. ഇപ്പോൾ പല ശ്രോതാക്കളും ഇപ്പോൾ റേഡിയോ ലൈവിനോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ലൈവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ ആന്റണി വിൻസെൻ്റ് സംസാരിക്കുന്നത് കേൾക്കാം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് ഈവനിങ് ആന്റണി. ഗുഡ് ഈവനിങ്. ഒരുപാട് നിയമസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നിത്യേന ആൾക്കാരൊക്കെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ റേഡിയോ സ്റ്റേഷനിലും ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങേക്കും നിരവധി കോളുകൾ വരുന്നുണ്ടാവുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് നമ്മൾ ഈ ടോക്കിന് ശേഷം ഒരുപാട് കോളുകൾ വന്നിരുന്നു. അതിനുശേഷം ഇവിടെ പലരും വിളിച്ച് നമ്പർ മേടിച്ച് തന്നെ തിരിച്ചു. അതെ തീർച്ചയായും ഒരുപാട് ആൾക്കാർ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും ഈ നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊസീജിയർ എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു ജനറൽ അവയർനെസ് പലർക്കും ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് നമുക്ക് അങ്ങനെ ഒരു ജനറൽ അവയർനെസ് കൊടുക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് വരുന്ന ഒന്ന്, നമുക്ക് വേറെ പാർട്ടിക്ക് എതിരായിട്ടുള്ളൊരു കേസ് കൊടുക്കേണ്ടി വരും. ഒന്ന്, അവർ നമുക്കെതിരായിട്ടുള്ളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെ. അപ്പോൾ അവർ നമുക്കെതിരായിട്ട് കൊടുത്ത കേസിന് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് ലീഗൽ നോട്ടീസായിട്ട് വരാം, മെസ്സേജ് വരാം. ഇപ്പോൾ കോർട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വാട്സപ്പിൽ കൂടിയും ഫോൺ കോളിൽ കൂടിയും ലീഗൽ നോട്ടീസായിട്ടെല്ലാം ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഈ നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ഈ നമ്പർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ മെസ്സേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ചിലപ്പോൾ സമയത്തിന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവില്ല. പ്രെമിസസ് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് കേസ് അറ്റൻഡ് ചെയ്യാതെ നമ്മുടെ കോർട്ട് മാനേജ്മെൻറ്റ്, സിവിൽ കേസാണെങ്കിൽ കോർട്ട് മാനേജ്മെൻറ്റ്, ക്രിമിനൽ കേസാണെങ്കിൽ നിയാബ എന്ന് പറയും, പബ്ലിക് പ്രോസിക്യൂഷൻ. ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമുക്കൊരു പരസ്പരം രണ്ട് പാർട്ടിക്ക് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും അത് അവിടെ വെച്ച് സോൾവ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരം അതൊക്കെ മിസ്സായി പോകും. അതിനുശേഷം പിന്നെ കിട്ടുന്നത് നമ്മളിത് ഫസ്റ്റ് കോർട്ടിൽ പോകുന്നു. ഈ ഫസ്റ്റ് കോർട്ടിൽ പോകുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് ഇത് ജഡ്ജ്മെൻറ്റിൽ പോകും. അപ്പോൾ ഒരു പക്ഷേ നമ്മളൊരാളുടെ നിന്ന് ഒരു 2 ലക്ഷം ദിറംസ് വാങ്ങി 1.5 ലക്ഷം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കയ്യിൽ 2 ലക്ഷത്തിൻ്റെ ചെക്ക് ഉണ്ടാവും. ഒരു 50,000 കൊടുക്കാനുള്ളൂ. പക്ഷെ നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്ട്രേറ്റ് അവേ ഈ 2 ലക്ഷത്തിന് സ്ട്രേറ്റ് അവേ ജഡ്ജ്മെൻറ്റ് വരും. ജഡ്ജ്മെൻറ്റിന് ശേഷം ക്രിമിനലാണെങ്കിൽ 15 ഡേയ്സ് നമുക്ക് അപ്പീലിന് പോകാനും സിവിലാണെങ്കിൽ 30 ഡേയ്സ് അപ്പീലിന് പോകാനും ടൈം കിട്ടും. ഈ സമയത്തും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ അറിയുന്നില്ല. പിന്നെ വരുന്നത് ഡയറക്റ്റ് എക്സിക്യൂഷനാണ്. പിന്നെ എക്സിക്യൂഷൻ ആകുമ്പോൾ അത് നമ്മുടെ സ്ഥാപനമാണെങ്കിൽ സ്ഥാപനം, വണ്ടികൾ, ബാങ്ക്, എമിഗ്രേഷൻ, ലേബർ, പിന്നെ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി മറ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം എക്സിക്യൂഷനിൽ വരും. അതിനുശേഷം ഇവരെ ട്രാവൽ ബാൻ ഉണ്ടായിരിക്കും, അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലോയർ എടുത്ത് പോയിട്ട് കാര്യമില്ല. അല്ല, അതിന് മുൻപെയാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത്. അത് തുടക്കത്തിൽ ആരും പലതും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു അവയർനെസ് ഇല്ലെങ്കിൽ പോലും ഒരു അഡ്വൈസ് എടുക്കാനുള്ള ഒരു സാവകാശം പോലും പലരും കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു കാര്യം ചോദിക്കാമല്ലോ. ഇപ്പോൾ ചെക്ക് കേസായാലും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കേസുകളായാലും നമ്മൾ നേരത്തെ പോലീസ് സ്റ്റേഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ക്രിമിനൽ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം കേസുകളില്ലല്ലോ. ഇപ്പോൾ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നില്ല. അപ്പം നേരെ സിവിൽ കേസിലേക്കാണ് പോകുന്നത്. അപ്പം കൂടുതൽ സങ്കീർണമാവില്ലേ ചെയ്യുന്നത് കേസുകൾ? പക്ഷേ ഇതിൽ നമുക്ക് പൈസ കിട്ടാനുള്ളവർക്ക് അത് വളരെ ഫേവറബിൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ 2-3 മാസത്തിനുള്ളിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ ഫയലും ക്യാൻസൽ ചെയ്തു. ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടതല്ലോ. ഇനി ആരുടെയെങ്കിലും ക്യാൻസൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എമിറേറ്റ്സ് ആയിട്ട് കാട്ടി കൊടുത്താൽ അവർ ക്യാൻസൽ ചെയ്ത് തരും. അതിന് നമ്മൾ വേറെ ലോയറിന് പൈസ കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം, നമുക്ക് വേറെ എക്സിക്യൂഷനോ മറ്റ് വേറെ ഏതെങ്കിലും കേസിൽ നമ്മൾ ഇൻവോൾവ് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലിയർ ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ വാണ്ടഡിൽ കിടക്കുകയാണെങ്കിൽ പെട്ടുപോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലർക്കും അറിയാം, സ്വന്തമായിട്ട് അറിയാം. പക്ഷേ പലപ്പോഴും അവരത് ഓപ്പണായിട്ട് പറയില്ല. അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും.
അത് ഇപ്പോൾ ഈ പറഞ്ഞതിലേക്ക് ആദ്യം നമ്മൾ വരുമ്പോൾ എപ്പോഴും ഒരു ലോ ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഓപ്പൺ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഹൈഡ് സംശയാസ്പദമായി ചെയ്യരുത് hide ചെയ്യരുത്. കാര്യങ്ങളൊന്നും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വലിയ ബിസിനസ്മാൻമാരൊക്കെ അകത്ത് പോയ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. 10-12 കേസുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കേസുള്ളൂ എന്ന് ഒന്നും പറയില്ല, ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയണത് ഇയാളുടെ പേരിൽ വേറെ കേസ് ദുബായിലുണ്ട്, ഷാർജയിലുണ്ട്, അജ്മാനിലുണ്ടെന്നൊക്കെ. അപ്പൊ അത് ഈ കേസിനെ ബാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാതെ ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്ന ഒരു വാക്കുണ്ട്, ഡോക്ടർമാരുടെ അടുത്തും ലോയർമാരുടെ അടുത്തും നുണ പറയരുത്. അതെ 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 അതെ. ബാക്കി പക്ഷെ ആൾക്കാർ പലതും മറച്ചു വെച്ചിട്ടാണ് പറയുക. അതെ, അതിൽ ഇമേജ് ഇഷ്യൂസ് ചിലർ ചിന്തിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവുമോ, വേറെ അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി ലോ ഫേമിനെ അപ്രോച്ച് ചെയ്ത് എപ്പോഴും ഫെയിൽ ആവാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് സംശയമുള്ളത് പോലും നമ്മൾ തുറന്നു പറയണം. ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ചെക്ക് ബുക്കിൽ നിന്ന് ഒരു 30 ചെക്ക് റിട്ടേൺ ഉള്ളപ്പോൾ ഒരു കേസുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ ലോയർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ 30 കേസ് ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ട്, കേസ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പറിയില്ല. അപ്പോൾ അത് നമ്മൾ ലോയറുടെ അടുത്ത് ഹൈഡ് ചെയ്യാണ്. അല്ല, അപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. തീർച്ചയായിട്ടും. ഈ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ടെനൻസി കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ, അതിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ അത് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു നെഗ്ലിജൻസ് ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ടത് ക്യാൻസൽ ചെയ്യാതെ കാലാവധി കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ള സമാധാനത്തോട് പോകും. എപ്പോഴെങ്കിലും എയർപോർട്ടിൽ വെച്ചോ മറ്റായിരിക്കാം പിടിക്കപ്പെടുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ലോൺ എടുത്തിട്ട് ഒരു പക്ഷേ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാത്തതിൻ്റെ പേരിൽ സംഭവിക്കുന്നത്. അതെ അതെ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. അത് നമ്മുടെ ലോൺ ആയാലും ഒരാൾക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി ചെക്ക് ആയാലും, ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്ട് എടുത്തു അതിന് സെക്യൂരിറ്റി ചെക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വീടിന് കൊടുത്തിട്ടുണ്ട്, ഏത് തന്നെയായാലും എന്തെങ്കിലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി തീരുമ്പോൾ തിരിച്ചു മേടിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതിന് വളരെ നെഗ്ലിജൻസ്, അവന് നമുക്ക് വിശ്വാസമായിരുന്നു അവ ഒരിക്കലും കേസ് ചെയ്യില്ല, അങ്ങനെയുള്ള ഒരു ധാരണ തെറ്റാണ്. ഏതെങ്കിലും ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്ന് പറയുന്ന പോലെ എന്നെങ്കിലും നമുക്കത് പാരേറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു റെൻറ്റിൻ്റെ കേസിൽ പലർക്കും പറ്റുന്ന അബദ്ധം വെച്ചിട്ട് നമ്മൾ 1 ഇയറോ 2 ഇയറോ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞ് ആ ഡേറ്റ് വരെയുള്ള ചെക്ക് കൊടുത്തു, നമ്മൾ ലാൻഡ് ലോഡിനെ അപ്രോച്ച് ചെയ്തു, ചിലപ്പോൾ അവർ റെസ്പോൺസ് തന്നില്ല, അല്ലെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ആരും റെസ്പോൺസ് തന്നില്ല, നമ്മൾ നമ്മുടെ സാധനം എടുത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ ഒരു ലാബിലിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നില്ല. കാരണം നമ്മുടെ എന്ന് അവർ കേസ് ഫയൽ ചെയ്യുന്നു ആ ഡേറ്റ് വരെയുള്ള റെൻറ്റ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ലാൻഡ് ലോഡിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ലാൻഡ് ലോഡിന് ഇത് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ക്ലിയറൻസ് വേണം. എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു എൻ്റെ വീട്ടിൽ താമസിക്കുന്നു, ഡിസംബർ 31 എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞു, ഞാൻ നവംബറിൽ നാട്ടിൽ പോയി, ഞാനൊരു 6 മാസത്തിന് ശേഷം തിരിച്ചു വരുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ ഒന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ നിൽക്കാണ്. തിരിച്ചു വന്നിട്ട് ഐ ആം റെഡി ടു പേ ഞാൻ ഒരു 6 മന്ത്സിൻ്റെ എൻ്റെ റെൻറ്റ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ഒരു 1 മില്യൻ്റെ ഗോൾഡും ജ്വല്ലറിയും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് ഞാൻ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് എന്ത് ചെയ്യും? ലാൻഡ് ലോഡിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലാൻഡ് ലോഡ് ഈ പ്രമിസസ് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും മുനിസിപ്പാലിറ്റി അപ്രോച്ച് ചെയ്ത് മുനിസിപ്പാലിറ്റി നമ്മുടെ വീടും ഒരു ലീഗൽ നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ച് 1 മന്തിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റിൽ തന്നെ ലോക്ക് മാറി ഒരു നോട്ടീസ് ഒട്ടിച്ച്, അപ്പോൾ 1 മാസത്തെ ടൈം നമുക്കുണ്ട്. ഈ 1 മാസത്തിനകം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ ഇത് ലീഗൽ ആക്ഷൻ എടുക്കും, അവർക്ക് ലീഗൽ ആക്ഷൻ എടുക്കും. സെയിം ടൈമിൽ ലാൻഡ് ലോഡിന് ഈ പ്രമിസസ് റെൻ്റ് ഔട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അവിടെ ക്ലെയിം ഇല്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. അവർ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. സെയിം ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇലക്ട്രിസിറ്റിയിൽ നിന്നും എല്ലാം ഡിസ്കണക്ഷൻ ചെയ്ത് ലാൻഡ് ലോഡിൻ്റെ പ്രമിസസിൽ വേറെ ഡാമേജസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ക്ലിയറൻസ് മേടിച്ചാൽ മാത്രമാണ് നമുക്ക് സാധിക്കും. പിന്നെ ഇൻ കേസ് നമുക്ക് റിയൽ എസ്റ്റേറ്റോ ലാൻഡ് ലോഡ് കോപ്പറേറ്റ് ചെയ്യില്ലെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റി അപ്രോച്ച് ചെയ്യാം. റെൻറ്റിൻ്റെ ഡിസ്പ്യൂട്ടാണ് എന്ത് തന്നെയാണെങ്കിലും അവർ പോകുന്ന പോലെ നമുക്കും മുനിസിപ്പാലിറ്റി പോയിട്ട് ലാൻഡ് ലോഡ് റെൻ്റ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ടെനൻസി കോൺട്രാക്ട് നമുക്ക് മുനിസിപ്പാലിറ്റി കെട്ടിവെക്കാം. തീർച്ചയായിട്ടും അവിടെ കൊണ്ടുകൊടുത്താൽ അവരെ അറിയിക്കും. നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി അത് അവിടെ അപ്രോച്ച് ചെയ്യാത്തതാണ് പലപ്പോഴും വരുന്ന തെറ്റ്. ചിലപ്പോൾ 6,000 ദിറംസിന് വേണ്ടി 56,000 ദിറംസ് വരെ വന്നിട്ടുള്ള ധാരാളം ആൾക്കാർ നമുക്ക് അല്ല, ഒരു പക്ഷേ നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഒരു കേസ് വളരെ ഈ സങ്കീർണമായിട്ട് തീരുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
തീർച്ചയായും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം. കാരണം ഇവിടെ നമുക്ക് നല്ലൊരു ശതമാനം റെന്റഡ് ഹൗസിൽ താമസിക്കും, നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ. അതെ അതെ അതെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഈ പല കമ്പനികളും കൃത്യമായിട്ടുള്ള ശമ്പളം നൽകുന്നത് ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ സംഭവ വികാസങ്ങളാണ്. പല കമ്പനികളും പൂട്ടിപ്പോവുകയോ അവരുടെ വരുമാനം കുറയുകയോ ചെയ്തിട്ടുകൊണ്ട് പല തൊഴിലാളികൾക്ക് ശമ്പളം നിഷേധിച്ച അവസ്ഥയുണ്ടായിരുന്നു. തീർച്ചയായും. അപ്പം അത്തരം തൊഴിലാളികളൊക്കെ പലപ്പോഴും ഈ ലേബറിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യാൻ മടിക്കുന്നത് ഒരു പക്ഷേ കമ്പനിയിൽ നിന്ന് അവർക്കെതിരെ ഉണ്ടാകാവുന്ന ഒരു ആക്ഷൻ ഭയന്നാണ്. അപ്പോൾ ഇവർക്ക് ഈ തൊഴിലാളികൾക്ക് എന്താണ്, ലേബറേഴ്സിന് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു സമയമെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ ഈ സ്പോൺസേഴ്സിനൊക്കെ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളവ് പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലെയിംസ്. ഇപ്പോൾ 99.9% ഇവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസിനെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 2 മാസത്തെ ശമ്പളം കൃത്യമായിട്ട് വരുന്നില്ല എന്ന് കണ്ട നമ്മൾ ലേബറിനെ അപ്രോച്ച് ചെയ്യണം. അത് ഓൺലൈനിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അവർ നമ്മളെ വിളിക്കും, ലേബറിൽ 2 കൂട്ടരെയും വിളിക്കും. അവിടെ ഇത് അവസാനിക്കുന്നില്ല എന്ന് കണ്ട അവർ ലേബർ കോർട്ടിലേക്ക് റെഫർ ചെയ്യും. നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇവിടെ ലൈവായിട്ടുള്ള കമ്പനി ആണെങ്കിൽ പേയ്മെൻറ്റ് കിട്ടും. അതിൽ ബുദ്ധിമുട്ട് വരില്ല. ചിലപ്പോൾ ഈ ഒരു ലാക്കിംഗ് ഉണ്ട്, കുറച്ച് ടൈം ചിലപ്പോൾ പോയിന്ന് വരും പക്ഷേ നല്ലൊരു കൂടുതലും പെട്ടെന്നാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. ഈ പലപ്പോഴും പല ലീഗൽ ഫേമിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ ഫേമിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സർവീസ് കിട്ടുമോ എന്നുള്ളൊരു പേടി പലർക്കും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ കോർട്ടിൽ ഹാജരാകാൻ പറ്റുന്നത് ഇവിടുത്തെ അറബ്സിന് മാത്രമാണ് ഹാജരാകാൻ പറ്റുന്നത്. മറ്റ് ഏത് കേസുകളായാലും അവർക്കാണത് കുറച്ചും കൂടി ഒരു ആക്സസ് ഉള്ളത്. ഇപ്പോൾ ഈ താങ്കളുടെ സ്ഥാപനമായിട്ടുള്ള ജിഹാദ് സയ്യിദ് ബിൻ സാഹു അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റാഫ് എങ്ങനെയാണ്? അറബ്സ് ആണോ അല്ല മലയാളികളാണോ, എങ്ങനെയാണ് കൂടുതലും? ഞങ്ങളുടെ മെയിൻ ലോയർ മിസ്റ്റർ ജിഹാദ് സാഹു പുള്ളി ഷാർജ പോലീസിൻ്റെ ഡയറക്ടറായിരുന്നു, DGP ആയിരുന്നു. അതിക്ക് മുന്നാൾ CIDയുടെ മാനേജറായിരുന്നു, ഡ്രഗ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 32 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യാണ്, ആൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഒരു മറ്റുള്ള ലോയേഴ്സിനും കൂടുതൽ ഈ 30 വർഷക്കാലം ജോലി ചെയ്യുന്ന സമയത്തും പുള്ളി കോർട്ടിൽ പലതവണയും കേസിന് പോയിരുന്നു. അപ്പോൾ ഒരു ലോയർ എന്ന ഇത് കാരണം അവരുടെ ഡിസിഗ്നേഷൻ അതാണ്, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല വളരെ ഓപ്പണായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ജഡ്ജിമാരുടെ അടുത്ത് സ്ട്രോങ് ആയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറുമാണ്. മറ്റുള്ളത് ഇവിടെയുള്ളത് ഈജിപ്ഷ്യൻസ് ലോയേഴ്സാണ് നമുക്ക് ഫാമിലി മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, കേസ് വ്യക്തമായി സ്റ്റഡി ചെയ്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലപ്പോൾ ആൾക്ക് ഈവൻ നമ്മുടെ ഈജിപ്ഷ്യൻ ലോയേഴ്സ് ഉണ്ടാക്കിയ മുദക്കറ എന്ന് പറയുന്ന മെമ്മോറാണ്ടം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആൾ കോർട്ടിൽ വെച്ച് ജഡ്ജിനോട് പറഞ്ഞ് വേറെ ഡേറ്റ് എടുത്ത് തിരിച്ചു പോരും. ഓക്കെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിൽ പലരും ഇപ്പോൾ FB ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. UAE തന്നെ പ്രമുഖ ലീഗൽ കൺസൾട്ടൻ്റായ ആൻ്റണി വിൻസെൻ്റാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ FB ലൈവ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ FB ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ശ്രീ ആൻ്റണി വിൻസെൻറ്റിൻ്റെ കോൺടാക്ട് നമ്പറോട് ഞാൻ തരാം. 056-222-5242. ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ FB ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി റേഡിയോ ലൈവ് തുടരും. റേഡിയോ ലൈവിലൂടെ ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ തീർക്കാനുള്ള അവസരം ഉണ്ടാകും. താങ്ക് യു ഓൾ.